ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ കുറച്ച് ബീഡ്സ് കളക്ഷൻസൊക്കെ ആയിട്ടാണ്. അതിൽ ചിലത് ലിമിറ്റഡ് സ്റ്റോക്കാണ്. അത് വീഡിയോ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കുക. പിന്നെ ഇതിൻ്റെ ഓർഡർ ഞാൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി 4 തീയതിക്ക് ശേഷമേ ഞാൻ ഡിസ്പാച്ച് ചെയ്യുള്ളൂ. ഓർഡർ ഞാൻ എടുക്കും, പക്ഷേ നിങ്ങൾക്ക് പോകണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഓർഡർ എടുക്കാൻ പറയുന്നത്. വേണ്ടവർ ലിമിറ്റഡ് സ്റ്റോക്കായിട്ടുള്ള 2-3 പീസുകളുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം വീഡിയോ തന്നെ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്നാലും ഞാൻ നിങ്ങൾക്ക് പുതിയ ബീഡ്സ് കളക്ഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. ഒക്കെ എൻ്റെ അടുത്ത് ലിമിറ്റഡ് സ്റ്റോക്കായിട്ടാണ് വരുന്നത്, കാരണം പെട്ടെന്ന് തന്നെ തീരാറായിട്ടുണ്ട്. പിന്നെ ആർക്കെങ്കിലും ബൾക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ, അതായത് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിങ്ങളിതിൽ റേറ്റ് കുറച്ച് കിട്ടുമോ. ഇതിൽ റേറ്റ് കുറച്ച് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല, കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം. ബട്ടർഫ്ലൈ ബീഡ്സ്, ഞാൻ ഷൈനിങ് ബീഡ്സും ബട്ടർഫ്ലൈ ബീഡ്സൊക്കെ ഞാൻ കൊടുക്കുന്ന 50 ഗ്രാമിന് 60 രൂപയാണ് എല്ലായിടത്തും. അതിൽ കൂടുതൽ റേറ്റ് ഉണ്ട്. 10 ഗ്രാമിന് തന്നെ 15-20 രൂപ വരുന്നുണ്ട്. ഞാൻ 50 ഗ്രാമിന് 60 നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഷിപ്പിംഗ് കൊടുത്തിട്ട് തന്നെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പരമാവധി നിങ്ങൾക്ക് റേറ്റ് കുറച്ചാൽ തരാൻ നോക്കുകയാണ് എൻ്റെ ലക്ഷ്യം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ അത്രയും പാക്കറ്റ് എടുക്കുന്നുണ്ട്. ഒരേ റേറ്റിൽ വരുന്ന പാക്കറ്റിനെ ഞാൻ കൂടുതൽ പാക്കറ്റൊക്കെ എടുക്കുമ്പോൾ നമുക്ക് പാക്കറ്റിൽ റേറ്റ് കുറച്ച് കിട്ടും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് റേറ്റിന് തരാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ പാക്കറ്റായിട്ട്, അതായത് ഇതുപോലത്തെ ഒരു പാക്കറ്റൊക്കെ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റേറ്റ് കുറച്ച് കിട്ടും. ഇതൊക്കെ 50 ഗ്രാമിന് 60 രൂപ വരുന്നത്. അപ്പോൾ ഒറ്റ പാക്കറ്റായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റേറ്റ് കുറച്ച് തന്നെ കിട്ടും. കാരണം എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യാൻ്റെ ആവശ്യമില്ല. എനിക്ക് ഷിപ്പിംഗ് ചാർജ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ബീഡ്സ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ എന്തൊക്കെയാണ് ലിമിറ്റഡ് സ്റ്റോക്കായിട്ടുള്ളത് നോക്കാം കേട്ടോ. പാസ്റ്റൽ ബീഡ്സിൽ ഇതാണ്, ഈ ബട്ടർഫ്ലൈ ആണ്. ഇതൊറ്റ പാക്കറ്റേ വന്നിട്ടുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഒരു പാക്കറ്റ് ചോദിച്ചാൽ തന്നെ എനിക്ക് കൊടുക്കാൻ എൻ്റെ അടുത്തില്ല. ഇതാണ്, ഇത് കണ്ടല്ലോ. ഈ ഒറ്റ പാക്കറ്റ് ലിമിറ്റഡ് സ്റ്റോക്കാണ് പാസ്റ്റൽ ബീഡ്സ് കേട്ടോ. ഇതിന് റേറ്റ് വരുന്നത് 50 ഗ്രാമിന് 60 രൂപയാണ്. എല്ലാം 50 ഗ്രാമിന് 60 രൂപ വരുന്നത് കേട്ടോ. അല്ലാത്തതുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, ഇതാണ് പാസ്റ്റൽ ബീഡ്സിൽ വന്ന ബട്ടർഫ്ലൈ. ഈ ടൈപ്പാണ് കേട്ടോ. ഇത് പേയ്മെൻറ്റ് അടക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ റേറ്റും കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. പിന്നെ വന്നിട്ടുള്ളത് ഈ ടൈപ്പ് പാസ്റ്റൽ ബീഡ്സാണ്. ഇത് എന്നോടൊരു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കൊരു പാക്ക് വേണമെന്നുള്ളത്. അതുകൊണ്ട് 2 പാക്ക് എക്സ്ട്രാ എൻ്റെ അടുത്തുണ്ട്. ഇതും ലിമിറ്റഡ് തന്നെയാണ്, അധികമൊന്നുമില്ല, കാരണം പെട്ടെന്ന് തീരും. ഇത് കൂടുതൽ എടുക്കാൻ എനിക്ക് കിട്ടിയില്ല. കണ്ടോ, നല്ല ഗ്ലേസിങ് ഇല്ല, അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതും ഞാൻ പറഞ്ഞല്ലോ 50 ഗ്രാമിന് 60 രൂപ റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ വന്നിട്ടുള്ള ഇതും ഒറ്റ പാക്കറ്റേ ഉള്ളൂ. ഇതൊരു ഇലയുടെ ആകൃതിയിലുള്ളതാണ് കേട്ടോ. പാസ്റ്റൽ ബീഡ്സ് തന്നെയാണ്, നല്ല ഗ്ലേസിങ്ങുള്ള ബീഡ്സ് തന്നെയാണ് കേട്ടോ. കണ്ടില്ലേ, ഒക്കെ സെയിം റേറ്റിന് വരുന്ന ആ ബട്ടർഫ്ലൈയും ഈ ഇലയുമാണ് റേറ്റല്ല എൻ്റെ അടുത്ത് ഒറ്റ പാക്കറ്റ് വീതം സ്റ്റോക്കുള്ളത് കേട്ടോ. ഇത് റോസ് കേട്ടോ, റോസായിട്ട് വരുന്ന റോസ് ഫ്ലവർ മാതിര. ഇതിന് സെയിം റേറ്റ് തന്നെ വരുന്നത്. ഇതിൻ്റെ അടുത്ത് അത്യാവശ്യം പാക്കറ്റ് ഉണ്ട് കേട്ടോ. ഇതൊറ്റ പാക്കറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ റേറ്റ് പറയാം. വേണ്ടോ, റേറ്റ് കുറച്ചിട്ട് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുമായിട്ട്. പാക്കറ്റായിട്ട് എടുക്കുമ്പോൾ 50 ഗ്രാമിന് 60 രൂപ വരുന്നുണ്ട് കേട്ടോ. ഇത് എൻ്റെ അടുത്ത് 2-3 പാക്കറ്റ് ഉണ്ട്. 3 പാക്കറ്റ് ഉണ്ട് തോന്നുന്നു കേട്ടോ. 3-4 പാക്കറ്റായിട്ട് ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. കാരണം പെട്ടെന്ന് പിന്നെ ചോദിക്കുമ്പോൾ അവരുടെ കയ്യിൽ പാർസൽ വിടാൻ സാധ്യത ഉണ്ടാവില്ല. അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ലെറ്റർ ബീഡ് കണ്ടല്ലോ, ലെറ്റർ ബീഡ് ഈ 2 സൈസാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനി വരുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ പറയും. ഇപ്പോൾ ഇതിനും തന്നെ ഞാൻ പറഞ്ഞല്ലോ, ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഒറ്റക്കായിട്ട് കിട്ടും. അങ്ങനെ ഒരാൾക്ക് ഞാൻ മാത്രമേ ഒറ്റക്കായിട്ട് കൊടുത്താൽ ബാക്കിയുള്ളത് ഞാൻ മുഴുവൻ വേസ്റ്റായി പോയില്ലേ, ഞാൻ വെറുതെ കൊടുക്കേണ്ടില്ല ആർക്കെങ്കിലും. അപ്പോൾ അതുകൊണ്ട് അത് കിട്ടുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പാക്കറ്റായിട്ട് എടുത്തോ. ഇതിനധികം റേറ്റൊന്നും വരുന്നില്ല. 500 രൂപയുടെ താഴെ വരുന്നുള്ളൂ. ഷിപ്പിംഗ് ഉൾപ്പെടെ 500 രൂപേൻ്റെ ഉള്ളിലേ വരുള്ളൂ ഒറ്റ പാക്കറ്റ് എടുക്കുമ്പോൾ. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതായിരിക്കും സൗകര്യമല്ല. അപ്പോൾ ഞാനിപ്പോൾ എന്താ പറയുക, കാരണം നിങ്ങൾക്ക് ഒരാൾക്ക് മാത്രം 1-2 ആൾക്കാർക്ക് ഞാൻ കൊടുത്താൽ ബാക്കി ഞാൻ എന്തിനാ വേറെയുള്ളവർക്ക് കൊടുക്കാൻ നിൽക്കണം, കാരണം അവരുടെ കയ്യിൽ എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ അത് നമുക്ക് റിസ്ക്കാണ്, അതുകൊണ്ട് അത് കൊടുക്കില്ല. ഇപ്പോൾ ലെറ്റർ ബീഡിനും 50 ഗ്രാമിന് 60 രൂപ വരുന്നത്. പിന്നെ ക്യാൻഡി ടൈപ്പ് ബീഡ്സാണ് വന്നിട്ടുള്ളത് കേട്ടോ. ക്യാൻഡി ടൈപ്പിൽ നമുക്ക് വന്നിട്ടുള്ളത് ഇതൊരു പീച്ച് കളറാണ്, യെല്ലോ കളറാണ്, പിന്നെ ബേബി പിങ്ക് കളറാണ്, ലാവണ്ടർ ഷെയ്ഡ്, ഒരു ബ്ലൂ, പിന്നെ പിങ്ക് കേട്ടോ. അപ്പോൾ ഇത് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഗ്ലാസ് ബീഡിലും ഇതേ സെയിം കളറുകൾ തന്നെയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. 6 കളറായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 6 കളറായിരുന്നു കണ്ടില്ല.
ഇതൊരു ഉള്ളിൽ കോൾഡ് ടൈപ്പ് ഉണ്ടാവില്ല, നമ്മളെന്തായാലും ഐസും കട്ട ഐസ് നമ്മൾ ഫ്രീസറിൽ നിന്ന് ഒക്കെ എടുത്താൽ ഒരു ഉള്ളിൽ നമ്മൾ ഉണ്ടാവുമല്ലോ അതുപോലത്തെ ടൈപ്പാണ് വരുന്നത് കേട്ടോ. ഇനി വലിപ്പം ചോദിക്കും ഓരോരുത്തർ. ഇതാ വിരലുമ്മ വെച്ച് കാണിച്ചു തരാം. ഇതാണ് വലിപ്പം വരുന്നത്, നിൽക്കുന്നില്ല. അപ്പോൾ അത്രയാണ് വലിപ്പം വരുന്നത് കേട്ടോ. അപ്പോൾ ഇതും സെയിം തന്നെയാണ്. ഇതും ഓരോരുത്തർക്ക് പാക്കറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറയാം. എൻ്റെ അടുത്ത് ഓരോ പാക്കറ്റ് ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്, പിന്നെ കിട്ടാനുണ്ടാവില്ല. അപ്പോൾ അത് പറഞ്ഞല്ലോ, റോസ്, ബ്ലൂ, ബേബി പിങ്ക്, ലാവൻഡർ, യെല്ലോ, പീച്ച്. പിന്നെ വന്നിട്ടുള്ളതാണ് ഈ ഒരു ടൈപ്പ് കേട്ടോ. ആറ് കളറാണ് വരുന്നത് കേട്ടോ. ഇതൊരു നമ്മളെ സൺഫ്ലവറിൻ്റെ ഒക്കെ പോലെ ഒരു ആകൃതി വരുന്നതാണ്, പക്ഷെ അതല്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാനിത് കണ്ടിട്ട് എടുത്തതാണ്. കാരണം ഇതൊക്കെ വെച്ചിട്ട് ബോയോ മാലയോ ബ്രേസ്ലെറ്റൊക്കെ ചെയ്യുന്ന നല്ല ഭംഗിയുണ്ടാവും. കാരണം കുറഞ്ഞ റേറ്റേ ഉള്ളൂ, 50 ഗ്രാമിന് 60 രൂപ കേട്ടോ. കണ്ടോ നല്ല ഭംഗിയുണ്ടാവും, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. കളറൊന്നും ഇളകി പോകുന്നില്ല, വേണമെങ്കിൽ ഞൊരണ്ടി കാണിച്ചു തരാം. കണ്ടോ കളറൊന്നും ഇളകി പോകുന്നില്ല, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് തന്നെയാണ് കേട്ടോ വരുന്നത്. കണ്ടോ ഇതും എൻ്റെ അടുത്ത് എക്സ്ട്രാ പാക്കറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടല്ലോ. 50 ഗ്രാമിന് 60 രൂപ. അപ്പോൾ ഇതിൻ്റെ ഇതാണ് പിങ്ക്, ബേബി പിങ്ക്, ഒരു ബ്ലൂ, ലാവൻഡർ, യെല്ലോ, പീച്ച്, പിന്നെ റോസ്. അങ്ങനെ 6 കളറാണ് ഇതിൽ വരുന്നത് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് ഇതാ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടെടുത്തതാണ് കേട്ടോ. ഹാർട്ട് ഷേപ്പാണേ. കണ്ടോ ഞാൻ ഉണ്ടോ, ഇങ്ങനെയും ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോരുന്നൊന്നുമില്ല. കണ്ടോ ഉള്ളിൽ നമ്മൾ ഐസ് ഫ്രീസറിൽ നിന്ന് എടുത്താൽ പോലെ ഉണ്ടാവില്ല, അതുപോലെ തന്നെയാണ്. ഇതിൽ ഏകദേശം എല്ലാം വന്നിട്ടുള്ള ബീഡ്സും ഇപ്രാവശ്യം വന്നിട്ടുള്ളത് 1 2 4 ഐറ്റം വന്നിട്ടുണ്ട്. ഈ 4 ഐറ്റം ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഫുള്ള് ഗ്ലാസ് ആയിട്ട്, ഷൈനിങ് അല്ല, എന്നാൽ ഷൈനിങ് ഉണ്ട്. നമ്മൾ ഫ്രീസറിൽ നിന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമല്ലോ അതുപോലത്തെ കേട്ടോ. കണ്ടോ ഇതിൽ പുറത്ത് തള്ളി നിൽക്കുന്ന പോലെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് ബോയോ നമുക്ക് മാലയൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്രാവശ്യത്തെ ബീഡ്സിലൊക്കെ അങ്ങനെ തന്നെയാണ്, ബോയും ബ്രേസ്ലെറ്റും മാലയും എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അങ്ങനത്തെ ബീഡ്സാണ്. സെയിം റേറ്റ് തന്നെ, 50 ഗ്രാമിന് 60 രൂപ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളറ് വരുന്നത് നമ്മളെ കുറച്ച് ഐറ്റം 4 5 കളറൊക്കെ തന്നെയുള്ളൂ കേട്ടോ. ഇതാണ് റോസ് വരുന്നുണ്ട്, ലാവൻഡർ വരുന്നുണ്ട്, പർപ്പിൾ എന്ന് പറയാം, ലാവൻഡർ അല്ല പർപ്പിളാണ് കേട്ടോ, യെല്ലോ, ഒരു സ്കൈ ബ്ലൂ, പീച്ച്. ഇതിൽ 1 2 3 5 കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇത് ഞാൻ എക്സ്ട്രാ ഓരോ പാക്കറ്റ് വെച്ച് എടുത്തിട്ടുണ്ട്. കാരണം ചില ആൾക്കാർ എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഇല്ലാത്തത് ചോദിക്കാറുണ്ട്, ഇതിൽ ഞങ്ങൾക്കൊരു പാക്കറ്റായിട്ട് എടുത്ത് തരാൻ പറ്റുമോ. അപ്പോൾ അത് ചോദിക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ അടുത്ത് സ്റ്റോക്ക് തീർന്നിട്ടുണ്ടാകും. കാരണം എൻ്റെ അടുത്ത് പാക്കറ്റായിട്ട് എടുക്കുന്നവരുണ്ട്, അപ്പോൾ അവർക്ക് കൊടുക്കുമ്പോൾ പിന്നെ വേറെ ഉള്ളവർക്ക് തരാനുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ പാക്കറ്റ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇനി കാണിക്കാനുള്ളത് ഇതാ, നമ്മൾ 2 ഐറ്റം ബട്ടർഫ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഷൈനിങ് ആയിട്ടുള്ളതും നോർമൽ ആയിട്ടുള്ളതും. ഇതും തന്നെ ഒരു കോൾഡ് ടൈപ്പാണ് കേട്ടോ, ഐസ്. കണ്ടോ ഉള്ളിൽ ഐസും കെട്ടുള്ള പോലെ തന്നെയാണ് വരുന്നത്. ഇതും സെയിം റേറ്റ് തന്നെ വരുന്നത് കേട്ടോ. ബട്ടർഫ്ലൈ ബീഡ്സിൽ 3 ഐറ്റം ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ ബീഡ്സ് കളക്ഷൻസൊക്കെ കാണാനും വാങ്ങിക്കാനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കാരണം എൻ്റെ അടുത്ത് വരുന്നൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും, പെട്ടെന്ന് തന്നെ തീരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് ബേബി പിങ്ക്, റോസ്, 3 കളറേ ഉള്ളൂ കേട്ടോ, പർപ്പിൾ. ഇത്രയും 3 കളേഴ്സാണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് കുറേ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു, ഇങ്ങനത്തെ ഐറ്റം ബീഡ്സ് ഉണ്ടോ, ഇങ്ങനത്തെ ഐറ്റം ബീഡ്സ് ഉണ്ടോ എന്നുള്ളത്. ഫോട്ടോ വിട്ടുന്നിട്ട്. അപ്പോൾ ഞാനിത് സാധാരണ എടുക്കാറില്ല. ഞാൻ പുതിയ ന്യൂ കളക്ഷൻസൊക്കെയാണ് എടുക്കൽ. ഇങ്ങനത്തെ ടൈപ്പ് ഞാൻ എടുക്കാറില്ല. പിന്നെ ഓരോരുത്തർ നിൽക്കാതെ ചോദിക്കുന്നത് കൊണ്ടാണ് ഇതെടുത്തിട്ടുള്ളത് കേട്ടോ. കാരണം ക്വാളിറ്റി നല്ല ക്വാളിറ്റി വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എടുത്തു. പക്ഷേ ഇതെൻ്റെ അടുത്ത് ഈ ഒറ്റൊരു ബഞ്ചേ ഉള്ളൂ കേട്ടോ, ഒറ്റൊരു ബഞ്ചേ ഉള്ളൂ. അത് ഒരു ബഞ്ചായിട്ട് വരുമ്പോൾ ഇതാണ്. എത്ര പീസ് ഉണ്ടോ കേട്ടോ, 1 2 3 4 6 7 8 12 ബഞ്ചാണ്. 12 ലെയറായിട്ടാണ് വരുന്നത് കേട്ടോ, സ്ട്രിങ് ആയിട്ടാണ് വരുന്നത്.
ഇതാണ് ഇത് അത്യാവശ്യം ഇങ്ങനത്തെ ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു സ്ട്രിങ്ങിന് വരുന്നത് 15 രൂപയാണ് കേട്ടോ. ഒരു സ്ട്രിങ്ങിന് 15 രൂപ. അല്ല ഇങ്ങനെ ഒരു ബഞ്ചായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റേറ്റ് കുറച്ചിട്ട് കിട്ടും. 120 രൂപ വരുന്നുള്ളൂ കേട്ടോ. അല്ല ഇങ്ങനെ ഇതായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രിങ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 15 രൂപ ഒരു സ്ട്രിങ്ങിന് വരുന്നുണ്ട്. ഇതൊരു നമ്മളെ റോസ് എന്നൊക്കെ പറയുമല്ലോ, അങ്ങനത്തെ ഒരു കളർ തന്നെയാണ് കേട്ടോ. 8 mm ആണ് കേട്ടോ. പിന്നെ ബ്ലാക്ക്, കഴിഞ്ഞ പ്രാവശ്യത്തിൽ ബ്ലാക്ക് ചെറുതായിരുന്നു, ഇപ്രാവശ്യം ബ്ലാക്ക് വലുതാണ്, 8 mm ആണ് കേട്ടോ. കണ്ട നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് തന്നെയാണ്. ഇതിന് റേറ്റ് തന്നെയാണ് 20 രൂപയാണ്. മറ്റേ 15 ആയിരുന്നു ഒരു സ്ട്രിങ്ങിന്, ഇതിന് 20 രൂപയാണ്. ഇതിങ്ങനെ ഒരു ബഞ്ചായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 120 രൂപക്ക് നിങ്ങൾക്കിത് എടുക്കാം കേട്ടോ. അങ്ങനെ ബഞ്ചായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 120 രൂപ വരും ഒരു ബഞ്ചിന്. പിന്നെ ഇത് പിങ്ക് എന്ന് പറയുമല്ലോ, ബേബി പിങ്ക് എന്ന് പറയും, അങ്ങനെയാണ് ഇതും. ഇത് അത്യാവശ്യം ലെങ്ത്ത് ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ ഒരു ബഞ്ചായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അല്ല അത്യാവശ്യം ക്വാളിറ്റി വരുന്നുണ്ട് കേട്ടോ ബീഡ്സിന്. 12 സ്ട്രിങ് ഉണ്ട്. ഒരു ബഞ്ചായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 120 രൂപയാണ് വരുന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഓരോ ലെയറായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 15 രൂപ വരുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ബഞ്ചായിട്ട് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ബഞ്ചായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 120 രൂപ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ 2 ബഞ്ചേ എൻ്റെ അടുത്തുള്ളൂ. പിന്നെ ഇതാണ് സിൽവർ. ഇത് നല്ല എനിക്ക് സിൽവർ നല്ല ഭംഗിയാണ് കേട്ടോ. ഉണ്ടോ, സിൽവറാണ് വരുന്നത്. ഇത് ഇങ്ങനെ ഒരു മാലയാണ് കേട്ടോ വരുന്നത്. കണ്ടോ, ഈ ഒരു മാലക്ക് 20 രൂപ വരുന്നത്. അല്ല നിങ്ങൾക്ക് ഇതുപോലെ കെട്ടൊടിഞ്ഞ് കിടക്കണം. എന്താ ഇതുപോലെ ഇങ്ങനെ ഒരു ബഞ്ചായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടോ, ബഞ്ചല്ല, അതാ ഒരു മാല പോലെയാണ് കേട്ടോ. അങ്ങനെ വരുമ്പോൾ എത്ര മാല ഉണ്ട് നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 ഇങ്ങനെ 12 മാല വരുന്നുണ്ട്. ഈ 12 മാലക്ക് റേറ്റ് വരുന്നത് 120 രൂപയാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു 12 മാല ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 120 രൂപ വരും. അല്ല ഓരോ മാല വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ 20 രൂപ വരുന്നുണ്ട് കേട്ടോ. 20 രൂപ വരും. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് എങ്ങനെ വേണ്ടത് വെച്ചാൽ അങ്ങനെ എടുക്കാം. ഓക്കെ, സിൽവറാണ് കേട്ടോ. നമ്മളെ വെള്ളിന്ന് കളറില്ലേ, വെള്ളി കളർ എന്ന് പറയില്ലേ, ആ കളറാണ് കേട്ടോ, വെള്ളി കളറാണ്. ഇതും ഗോൾഡാണ് കേട്ടോ. ഇത് 5 mm ആണ് കേട്ടോ. സിൽവർ വരുന്നത് 5 mm ആണ് എനിക്ക് തോന്നുന്നു. ഇതും തന്നെ സെയിം തന്നെ വരുന്നത്. ഇതും ഗോൾഡ് തന്നെയാണ് കേട്ടോ, ഗോൾഡാണ്. ഇത് സെയിം റേറ്റ് തന്നെ വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ബഞ്ചായിട്ട് എടുക്കുകയാണെന്ന് കേട്ടോ, ഇതുപോലെ ബഞ്ചായിട്ട് 4 ടൈപ്പാണ് വരുന്നത്. ബഞ്ചായിട്ട് എടുക്കുകയാണെങ്കിൽ 120 രൂപ വരുന്നുണ്ട്. അല്ല നിങ്ങൾക്ക് ഓരോ സ്ട്രിങ് ഓരോ മാലയായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 20 രൂപ വരും ഒരു മാലക്ക്. അല്ല ബഞ്ചായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ റേറ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ വരാൻ പറയാനുള്ളത് ഇതാ ഈ സ്റ്റോൺ ഇങ്ങനെ ഒരു പാക്കറ്റ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 400 രൂപയുള്ളൂ കേട്ടോ. ഇതിൽ 1000 പീസ് ഉണ്ടാവും. 400 രൂപയാണ് ഇതിന് വരുന്നത് കേട്ടോ. ഇങ്ങനത്തെ ഒരു സ്റ്റോണ് കണ്ടോ, ഈ പാക്കറ്റായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 400 രൂപ വരുന്നത്. അല്ല ഇതിൽ എത്ര ഗ്രാം ഉണ്ടോ നോക്കണം, എന്നിട്ട് അങ്ങനെ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പീസിന് 1 രൂപ എന്ന റേറ്റിൽ അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ. ഞാനിതിൻ്റെ റേറ്റ് ഇട്ടിട്ടില്ല, ഞാനിങ്ങനെ പാക്കറ്റ് വാങ്ങിച്ച കാര്യം പറഞ്ഞാൽ 400 രൂപ വരുന്നുണ്ട്. ഒരു പാക്കറ്റ് എടുക്കുകയാണെങ്കിൽ 1000 പീസ് ഉണ്ടാവും. അതാണ് ഞാൻ മെയിനായിട്ട് പറഞ്ഞത്. പിന്നെ ഇതെന്താണെന്നറിയോ, ഇത് നമ്മളെ പഞ്ചിങ് മെഷീൻ്റെ കമ്പി എത്താൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. പഞ്ചിങ് മെഷീൻ്റെ കമ്പിയാണ് ഇത്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് പഞ്ചിങ് മെഷീനിൽ നമുക്ക് ബീഡ്സ് ഘടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചിങ് മെഷീൻ്റെ ഇത് വേണമല്ലോ, കമ്പി വേണമല്ലോ. അപ്പോൾ അത് വെയിറ്റ് ചെയ്തിരിക്കുന്നത് കുറേ ആയി വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഇതിൻ്റെ കിറ്റായിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് പഞ്ചിങ് മെഷീന് റേറ്റ് എത്രയെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പഞ്ചിങ് മെഷീനിന് റേറ്റ് വരുന്നത് 450 രൂപയാണ് വരുന്നത്. ഇതൊക്കെ വേണം. അല്ല ബീഡ്സും കുറച്ച് ഐറ്റംസ് ഉണ്ട്, വൈറ്റ്, ഗോൾഡ്, പിന്നെ മിക്സ്ഡ് കളർ വരുന്ന ബീഡ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊരു കിറ്റായിട്ട് തന്നെ ചെയ്യാം, അധികം വൈകാതെ തന്നെ ചെയ്യാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച്
ക്യാഷ് അധികം ഉണ്ടാവും. അല്ല ഇങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വേണം കേട്ടോ. പിന്നെ 10mm വൈറ്റ് ബീഡ്, 8mm ക്രീം കളറാണ് കേട്ടോ. അത് ഓഫ് വൈറ്റ് എന്ന് പറയില്ല, എന്നാലും ക്രീമാണ്. ഓഫ് വൈറ്റ് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഒപ്പിച്ചതാണ് അതൊക്കെ. ഇതും ഓഫ് വൈറ്റിൻ്റെ തന്നെയാണ്. 5mm, ഇത് 8mm, 5mm. അപ്പോൾ ഇത്രയാണ് ഇപ്രാവശ്യത്തെ ബീഡ്സ് കളക്ഷൻസ് കേട്ടോ. അപ്പോൾ ഞാൻ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്തിടുക. ബുക്ക് ചെയ്തിടാൻ പറയാൻ കാരണം അതിൻ്റെ അടുത്ത് റയറായ പീസ്, അതായത് ലിമിറ്റഡ് സ്റ്റോക്കായിട്ടുള്ള 2-3 ഇതുണ്ട്. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ എനിക്കിവിടെ പണി കഴിഞ്ഞു, ക്ലീനിങ് കഴിഞ്ഞു, ഇനി പെയിൻറ്റ് ചെയ്യാണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ ഈ പെയിൻറ്റിങ് എന്നുള്ളത്, അപ്പോൾ അതുകൂടി കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ ഷിഫ്റ്റ് ആക്കിയിട്ടോ. ഇതാണ് ഇതിലോട്ട് സാധനങ്ങൾ വെക്കണം, എന്നാലും ഞാൻ ഫ്രീ ആവുള്ളൂ. അതിപ്പോൾ ഈ മാസം അടുത്ത ഫെബ്രുവരി 1 5 തീയതിക്ക് ശേഷമാവും ഞാനൊന്ന് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് സാധനങ്ങളൊക്കെ വെക്കണം. അപ്പോൾ ഇപ്പോൾ എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് കാണിച്ചിട്ട് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ. ഫുള്ള് ക്ലീനിങ് കഴിഞ്ഞു. അതാ കണ്ടല്ലോ, ഇതാണ് ഇപ്പോൾ അവസ്ഥ. ഇത് പിന്നെ ഒറ്റക്കോട്ട അടിച്ചിട്ടുള്ളൂ, ഇതിൽ സാധനം വെക്കാൻ പറ്റിയിട്ടില്ല. ഇതിൻ്റെ മോള് കാട്ടി പണിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെ കലങ്കോലമായിട്ട് കിടക്കുകയാണ്. ഇതൊക്കെ ബീഡ്സാണ് കേട്ടോ. ഇതിലും ബീഡ്സാണ്. ഇതൊക്കെ ബീഡ്സ് ബണ്ണ് അങ്ങനെ പല സാധനങ്ങളാണ്. അപ്പോൾ എല്ലാവരും മറക്കണ്ട, വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ എനിക്ക് വാട്സപ്പിൽ നിന്ന് കാണുന്ന നമ്പർ വാട്സപ്പ് മെസ്സേജൊക്കെ വിളിക്കാൻ നിൽക്കരുത്. വിളിച്ചാൽ ഞാൻ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക്, അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ട് സ്ക്രീൻഷോട്ട് ഇവിടെ ഏതൊക്കെ വേണ്ട, അതിനാണ് ഞാൻ റേറ്റ് അടക്കം പറഞ്ഞു തരുന്നത് വീഡിയോയിൽ തന്നെ. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടെന്ന് കരുതിയിട്ട് റേറ്റ് അടക്കം പറഞ്ഞു തരുന്നതാണ്. ഇനി പേയ്മെൻറ്റ് നിങ്ങൾക്ക് തന്നെ കണക്ക് കൂട്ടാൻ അറിയാമല്ലോ, അല്ലെങ്കിൽ ഞാൻ കണക്ക് കൂട്ടിയതിന് ശേഷം ഷിപ്പിംഗ് ചാർജ് അടക്കം പറയും. എന്നിട്ട് പേയ്മെൻറ്റ് അടച്ചിട്ട് സ്ക്രീൻഷോട്ട് വിടുക. ഇതിലത്തെ ഏത് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 4 തീയതിക്ക് ശേഷം ഞാൻ നിങ്ങളെ അഡ്രസ്സ് തന്നെ എഴുതി വെക്കുള്ളൂ, എന്നിട്ട് ഡിസ്പാച്ച് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ടേക്ക് കെയർ, ബൈ.